ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ വീഡിയോ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 3-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല, ജസ്റ്റ് വോയിസ് മാത്രം ഇട്ട് വീഡിയോ ചെയ്യുവാണ്. വീഡിയോ മുടങ്ങാതെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ആദ്യം തന്നെ വെയിറ്റ് കാണിച്ചു തരണ്ടേ, പക്ഷെ ഇന്ന് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഇന്നലെ രാത്രിയിൽ ഞാനൊരു 5:30 ആയപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ടത്. ആ സമയം 5:30-6 മണി. അപ്പോൾ ഇവിടുത്തെയാണ്, UAE-യിലെയാണ്. 6 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുഡ് നിർത്തിയിട്ട് അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ച ഫുഡുകളായിരുന്നു അത്രയും സമയം ഞാൻ കഴിച്ചത്. പിന്നെ രാത്രിയിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അന്നേരം 2 അപ്പവും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറിയും കൂടി കഴിച്ചിട്ടുണ്ട്. അത് പുറത്ത് ഹോട്ടലിൽ പോയാണ് കഴിച്ചത്. പിന്നെ വളരെ കുറച്ച് കറിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 അപ്പവും കഴിച്ചു. അതുകൊണ്ട് എന്തായാലും ഇന്ന് എനിക്ക് ഇന്നലത്തെ വെയിറ്റിനേക്കാൾ ഉറപ്പായിട്ടും വെയിറ്റ് കൂടുതലായിരിക്കും. അത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫുഡ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മീലിലെങ്കിലും പിന്നെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചു കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് നോക്കിയാൽ വെയിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി. ഇന്നിപ്പം നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ വെയിറ്റ് നോക്കണ്ട. കാരണം റെഗുലറായിട്ട് എല്ലാ ദിവസവും വെയിറ്റ് നോക്കിയാലും ചിലർക്ക് വെയിറ്റ് കുറയാതിരിക്കുമ്പോഴും ഒരേ വെയിറ്റ് കാണുമ്പോഴും പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉള്ള ആ ഒരു മോട്ടിവേഷൻ പോകും. അതുപോലെ തന്നെ ഫുഡ് എക്സ്ട്രാ കഴിക്കുമ്പം പിറ്റേന്ന് എന്തായാലും 1 കിലോ എങ്കിലും നമുക്ക് കൂടി കാണിക്കും, വാട്ടർ വെയിറ്റും നമ്മൾ കഴിച്ച ഫുഡിൻ്റെ എല്ലാം ആയിട്ട്. അപ്പം അന്നേരവും നമുക്ക് എന്ത് സംഭവിക്കും? പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ പോവും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. അപ്പം നിങ്ങളും ഇതേ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മടിയില്ലാതെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, ഇന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ വെയിറ്റ് നോക്കാത്ത മാത്രമല്ല, നാളത്തെ ഫുഡ് നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് കഴിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം നല്ലതുപോലെ ഫുഡ് കഴിച്ചു, അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് പിടിച്ച് ഫുഡ് കഴിക്കുക, എന്ന് വെച്ചാൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നന്നായിട്ട് കൺട്രോൾ ചെയ്താണ് ഫുഡ് കഴിച്ചത്, ഇന്നലെ പുറത്തുനിന്ന് കഴിച്ചത് കൊണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നേ പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തടി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എത്രയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും കുറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഓരോ വീഡിയോയുടെ അടിയിലായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സംശയം ചോദിക്കുന്നവർക്ക് ചോദിക്കുക, അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ ഞാൻ 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് കുടിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് 1 ഓറഞ്ചും എടുത്തിട്ടുണ്ട്, 1 എഗ്ഗ് ബോയിൽ ചെയ്തത് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മുട്ട വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി തന്നെ അവിയൽ എടുത്തിട്ടുണ്ട്, പുളിശ്ശേരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടിയാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ ലഞ്ച് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഡിന്നർ ഞാൻ ലൈറ്റാക്കി 1 ആപ്പിൾ കഴിച്ചു. ഇനി ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇനി എനിക്ക് വിശന്നാലും ഞാൻ 1 ആപ്പിളും കൂടി മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ 2 ലിറ്റർ വെള്ളത്തിന് പകരം ഞാൻ ഇന്ന് ഈ ഒരു ബോട്ടിൽ ഫുള്ള് 1.5 ലിറ്റർ വെള്ളവും കുടിച്ചു. അതിന് ശേഷം ഞാൻ 1 ലിറ്ററും കൂടി കുടിച്ചു. അങ്ങനെ മൊത്തം 2.5 ലിറ്റർ വെള്ളം ഇന്നും ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ 2.5 ലിറ്റർ വെള്ളം തന്നെയാണ് കുടിച്ചത്. പിന്നെ വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, 1 മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്തത്. പിന്നെ ചോറ് ഞാൻ എടുത്തത് കണ്ടോ. അപ്പോൾ ഞാൻ ഒരു ഫുഡും അവോയ്ഡ് ചെയ്തിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യുന്നത്. ചോറായാലും ഇന്നലെ ഞാൻ ഇഡലി, ദോശ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അരിയാഹാരം ഒഴിവാക്കിയിട്ടല്ല ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നത്, അരിയാഹാരം കഴിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫുഡ് തന്നെ കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാം. നമുക്ക് ശ്രമിച്ച് നോക്കാം, എന്തായാലും റിസൾട്ട് കിട്ടും. പഴയ എൻ്റെ ചലഞ്ചിൽ എൻ്റെ കൂടെ ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കണമെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, പണ്ടും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ്, ഇപ്പോൾ ചോറ് എടുക്കുമ്പോൾ അതിൻ്റെ അളവ് ശ്രദ്ധിക്കുക, കറികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറികൾ എടുക്കുക. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ പാലെടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. പാലിപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് പാലെടുക്കുമ്പം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ സ്കിംഡ് മിൽക്കോ അങ്ങനെയൊക്കെ കിട്ടും, അത് വാങ്ങിയാൽ മതി. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ വാങ്ങിച്ചിട്ട് വെള്ളം ചേർത്ത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ നിങ്ങളും എന്നോടൊപ്പം തന്നെ തടി കുറയ്ക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പോൾ എന്തായാലും വെയിറ്റ് ഇടാൻ പറഞ്ഞത് മറക്കണ്ട. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വെള്ളം ഞാൻ പറഞ്ഞു 2.5 ലിറ്റർ കുടിച്ചിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എടുത്ത ഫുഡുകൾ നിങ്ങൾ കണ്ടു. ഇന്നലെ ഹെവി ആയിട്ട് കഴിച്ചത് കൊണ്ടാണ് ഇന്ന് ലൈറ്റ് ആക്കിയോന്ന് ചോദിച്ചാൽ അത്ര ലൈറ്റൊന്നും ആക്കിയില്ല. ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. എന്നാലും രാവിലെ 1 മുട്ടയെ എടുത്തുള്ളൂ. സാധാരണ ഞാൻ 2 മുട്ട എടുക്കാറുണ്ട്. പിന്നെ ഡിന്നറിന് ഞാൻ ഓട്സ് കഴിക്കാറുണ്ട്. അതും ഒഴിവാക്കിയത് ഇന്നലത്തെ ആ ഒരു ഫുഡിൻ്റെ ഇതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇപ്പം ഞാൻ ചോറെടുത്തില്ലേ, അതിന് പകരം ചോറ് ഒഴിവാക്കിയിട്ട് പിന്നെ എന്താണ് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുവേ. ഇന്ന് പിന്നെ ഞാൻ ചോറ് കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് കഴിച്ചതാണ്. നിങ്ങൾ ചോറ് ഒഴിവാക്കിയിട്ട് ഒന്നെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പുട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഓട്സ് കുറുക്കിയതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെങ്കിൽ നാളെ നമുക്ക് ആ കൂടിയ വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയും. ഇനി നാളെ എനിക്ക് എത്ര കുറയും എന്നൊന്നും എനിക്കറിയത്തില്ല. നാളത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വെയിറ്റ് എന്തായാലും കാണിച്ചു തരാം. അപ്പം നമുക്ക് മനസ്സിലാവും കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ. പിന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കുക. അപ്പം ഞാൻ ഡേ 4 വീഡിയോ ഇടുമ്പം നിങ്ങളിലേക്ക് വരുന്നതാണ്. പിന്നെ നിങ്ങൾ എന്നോടൊപ്പം വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് സ്റ്റാർട്ടിങ് വെയിറ്റ് എത്രയാണ് ഓരോ ദിവസം കുറയുന്നത് ഞാൻ പറഞ്ഞ കൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.